ഇത് ആക്ച്വലി മിനിയേച്ചർ സ്നൗസർ എന്ന് പറഞ്ഞ ബ്രീഡാണ്. ഇവർ ആക്ച്വലി ജർമ്മൻ ഒറിജിനാണ്, ടെറിയർ ഗ്രൂപ്പാണ്. ഇവരുടെ ഒരു മെയിൻ ക്വാളിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ വീട്ടിലൊരു ടോയ് ബ്രീഡ് വളർത്തണം എന്നാൽ അതേപോലെ തന്നെ ഇച്ചിരി ഗാർഡിങ് പർപ്പസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കാറ്റഗറി ഒന്ന് മാറ്റി പിടിക്കുക. ഇപ്പോൾ ടെറിയർ ഗ്രൂപ്പാണ്. ടോയ് ബ്രീഡ്സിൻ്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ഉണ്ട്. എന്നാൽ വീടിനെപ്പോഴും ഒരു ഗാർഡിങ് മെൻറ്റാലിറ്റി ഏറ്റവും കൂടുതലുള്ള ഈ ടെറിയർ ഗ്രൂപ്പ്സിൽ എല്ലാവർക്കും പൊതുവെ ഗാർഡിങ് മെൻറ്റാലിറ്റി കൂടുതലുള്ളതാണ്. അവർ നല്ല രീതിയിൽ ഗാർഡിങ് പർപ്പസ് പരമായ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കും. ഇപ്പോൾ വീട്ടിൽ ഫുൾ ടൈം പ്ലേമേറ്റ്സ്. അവരിപ്പോൾ എൻ്റെ അമ്മയുടെ 2 മെയിൻ പെറ്റ്സാണ് 2 പേരും. ഇപ്പോൾ അമ്മ കുറച്ച് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവർ അമ്മേനെ കാണാണ്ട് ഭയങ്കര സിക്നസ് ഒക്കെ ആയിട്ട് കുറച്ച് ദിവസം വീട്ടിലങ്ങനെ പ്രശ്നമായിരുന്നു ഭയങ്കര. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ പാരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും അവരുടെ കൂടെയൊക്കെ ഫുൾ ടൈം കറങ്ങി നടന്ന് ഈ ടോയ് ബ്രീഡ്സൊക്കെ നടക്കുന്ന പോലെ ഇങ്ങനെ മുട്ടി ഉരിഞ്ഞ് ഭയങ്കര രസകരമായിട്ട് നടക്കുന്ന ബ്രീഡ്സാണ്. പക്ഷേ വീടിൻ്റെ ഫ്രണ്ടിലൊരു ഇല അനങ്ങിയാൽ ഇവരപ്പം തന്നെ ചാർജ് ആവും. അവരത് നോട്ടീസ് ചെയ്യും, അവിടെ ചെന്ന് ബാർക്ക് ചെയ്യും. ഈ പറഞ്ഞ പോലെ ഈ പുറത്തുനിന്നാരെങ്കിലും ഗേറ്റിലേക്ക് വരുവാണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യിക്കും. പിന്നെ ഇവർക്കുള്ള സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വിളിച്ചുകൊണ്ട് വരാനൊക്കെ ഉള്ള ടെൻഡൻസി കുറച്ച് കൂടുതലുള്ളൊരു ബ്രീഡാണ്. ഇവിടെ അങ്ങനെ നോർമലി അത്ര കോമൺ ആയിട്ടുള്ളൊരു ബ്രീഡല്ല. ഇപ്പോൾ നമ്മളൊരു 1 ഇയറിൻ്റെ അടുത്തായി ബ്രീഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട്. സ്പെഷ്യലൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേരും ഇമ്പോർട്ട്സ് അല്ല, ഇന്ത്യനാണ്. പിന്നെ 2 പേരും ഇന്ത്യൻ ചാമ്പ്യനാണ്. ഇപ്പോൾ ഇയാളിപ്പോൾ ഒരു 3 വീക്സ് മുമ്പാണ് ലാസ്റ്റ് ഷോ ചെയ്ത് ഇന്ത്യൻ ചാമ്പ്യൻ ആയത്. ഇയാൾ പിന്നെ ലാസ്റ്റ് ബെൽഗാം ഷോയിൽ പോയിട്ട് ചാമ്പ്യൻഷിപ്പ് അടിച്ച സ്നൗസറാണ്. ഇവർക്ക് ബേസിക്കലി 2 ടൈപ്പ് കോട്ട്സ് വരുന്നുണ്ട്. ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള ഹെയർ കോട്ട്സും വരുന്നുണ്ട്, കുറച്ച് സ്മൂത്തായിട്ട് വരുന്നതുമുണ്ട്. ഇത് 2 പേരും സ്മൂത്ത് ഹെയർ ആണ്. പിന്നെ ഇവർക്ക് നോർമൽ ഹെയർ കട്ടിങ് പ്രൊസീജിയർ അല്ലാണ്ട് നമ്മൾ ഗ്രൂമിങ് പ്രൊസീജിയറിനകത്ത് പറയണത് ഹെയർ സ്ട്രിപ്പിംഗ് എന്നാണ് പറയുക. ഇവരുടെ ഹെയർ നമ്മൾ നോർമലി സ്ട്രിപ്പ് ചെയ്ത് കളയുക ചെയ്യുക. ഒരു സ്ട്രിപ്പിംഗ് നൈഫ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്ലക്ക് ചെയ്ത് ഹെയർ റിമൂവിങ് ആണ് ചെയ്യുക. അത് ഇവിടെ അത്ര കോമൺലി ചെയ്യുന്നതല്ല. പക്ഷെ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ഗ്രൂമിങ് സെൻറ്റേഴ്സിലും അവർ ഈ ടെക്നിക്സ് പഠിച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് തന്നെ ഓൾറെഡി ഒരു ഗ്രൂമിങ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മളിത് സ്പെഷ്യലൈസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കോട്ട്സിൻ്റെ ഡെപ്ത് ഒന്ന് കുറയും. ആ ഡെപ്ത് കുറയുമ്പോൾ തന്നെ ഇവർ കുറച്ചും കൂടി കാണാനുള്ള ഒരു ഡിഫറൻസ് ഒക്കെ വരും. നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് ആക്ച്വലി പ്യുവർ വൈറ്റ് വരുന്നുണ്ട്, പ്യുവർ ബ്ലാക്ക് വരുന്നുണ്ട്, പിന്നെ ഈ കളർ വരുന്നുണ്ട്. ഇതിനെ വെച്ചിട്ട് ലൈറ്റ് ഒരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. പിന്നെ നമുക്ക് സിൽവർ വൈറ്റ് കളർ വരുന്നുണ്ട്. അങ്ങനെ പല ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വരുന്നുണ്ട് ഇവർക്ക്. പിന്നെ ഇവരൊരു ഹൈറ്റ് സൈസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു 13 to 15 ഇഞ്ചാണ് ഇവരുടെ ഹൈറ്റ് വരുന്നത്. വെയിറ്റ് ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 5 to 7 kg വെയിറ്റ് ഇൻ ബിറ്റ്വീൻ ആണ് പറയുന്നത് മിനിയേച്ചർ സ്നൗസറിന്. ഫുഡ് നമ്മൾ നോർമലി 2 നേരമാണ് ഫീഡ് ചെയ്യാറ്. വൺ ടൈം നമ്മൾ എന്തായാലും മസ്റ്റ് ഞങ്ങൾ ഡ്രൈ ഫുഡാണ് കൊടുക്കുന്നത്. ഒരു നേരം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് കഴിക്കുന്നത്. അതും ഇവർക്ക് മിനിമൽ ക്വാണ്ടിറ്റി മതി. അങ്ങനെ ഒരുപാട് ഫീഡൊന്നും കഴിക്കുന്ന കൂട്ടത്തിലല്ല. അതേപോലെ തന്നെ മോഷനിങ് ആണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും ഒരു മിനിമൽ ക്വാണ്ടിറ്റിയാണ്. ഭയങ്കര നമുക്ക് അത്യാവശ്യം ഫ്ലാറ്റിലൊക്കെ വളർത്താൻ പറ്റുന്നൊരു ബ്രീഡ് തന്നെയാണ്. ഞാനിപ്പോൾ അറൗണ്ട് 1 ഇയറായി ഈ ബ്രീഡ്സിൽ മാത്രം കുറച്ച് കോൺസെൻട്രേറ്റഡ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഈ 1 ഇയറിൽ അങ്ങനെ പ്രത്യേകിച്ച് ഡിസീസസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ആകെ ഒരാൾ ഈ പറഞ്ഞ പോലെ അമ്മേനെ കാണിച്ചിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് 2 ദിവസം ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞാണ്ട് വേറെ പ്രത്യേകിച്ച് അങ്ങനെ അസുഖങ്ങളൊന്നും ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. ഈ കോമൺലി ഹെയർ ബ്രീഡ്സിനെല്ലാം ഹെയർ റിലേറ്റഡ് ഇഷ്യൂസ് വരാമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളവരെ ഒരു ബേസിക് കെയറിങ് പ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പിന്നെ ഒരു ബാത്തിങ് പീരീഡ് സർക്കിൾ ഉണ്ടാക്കുക, ആഴ്ചയിൽ ഒരിക്കലോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചറിന് ക്ലൈമറ്റിനൊക്കെ അനുസരിച്ചിട്ട് ബാത്ത് കൊടുക്കുക. ഹെയറൊക്കെ പറ്റിയ 2 ദിവസം കൂടുമ്പോൾ ഇവർക്ക് അങ്ങനെ നോട്ട്സ് ഒരു പിടിക്കുന്ന ടൈപ്പ് ഒരു ഹെയർ അല്ല. എന്നാലും ഒരു 2 ദിവസം കൂടുമ്പോൾ നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഒരു മെയിൻ ഹൈപ്പോ അലർജിക് ബ്രീഡാണ്. അപ്പോൾ അലർജി ഉള്ളവർക്കും വീട്ടിൽ വളർത്താം. ഇവർ 2 പേരും ആക്ച്വലി ഫീമെയിലാണ്. ഇയാളിപ്പോൾ റീസെൻ്റ്ലി ഷോയ്ക്ക് പോകാൻ വേണ്ടി ഗ്രൂം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അത് പിന്നെ കുറച്ച് ഷോ ഒക്കെ കഴിഞ്ഞ് വീട്ടിലിപ്പോൾ റെസ്റ്റിങ്ങിലായതുകൊണ്ട് മറ്റേ ഹെയർ നമ്മൾ ഷേപ്പ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. നമുക്ക് സ്നൗസറിന് 2-3 വെറൈറ്റികൾ നമുക്ക് ഫേസ് ചെയ്യാം. ഇവരുടെ നോർമൽ ഈ സ്റ്റാൻഡേർഡ് ലുക്സ് എന്ന് പറയുന്നത് വലിയ താടി പോലെയൊക്കെ വെച്ച് നമ്മുടെ ഐബ്രോസൊക്കെ കുറച്ച് ലെങ്താക്കി വെക്കുന്നതാണ് ഇവരുടെ ഒരു സ്റ്റൈൽ ഓഫ് ഗ്രൂമിങ്. പിന്നെ നമ്മൾ വീട്ടിൽ വളർത്തുമ്പോൾ നമുക്ക് ചോയ്സസ് ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആക്ച്വലി 5 പേരുണ്ട്. ഇവർ മാത്രം 4 ഫീമെയിലുണ്ട്, ഒരു മെയിലും ഉണ്ട്. അപ്പോൾ അതിലെ പോലെ തന്നെ നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് മെയിലിന് നമ്മളിപ്പോൾ പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട്. അത് എത്താനുള്ള വെയിറ്റിങ്ങിലാണ്. അത് ഇതേപോലെ തന്നെ റഷ്യൻ ഇമ്പോർട്ടാണ്. 2 കൺട്രി ചാമ്പ്യനൊക്കെയാണ്. നല്ല ഒരു വൈറ്റ് ഡോഗാണ്. അതിനുവേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ ആക്ച്വലി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ബ്രീഡിൽ. ഇതിനു മുമ്പ് ഞാൻ വേറെ ബ്രീഡ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും വേറെ ബ്രീഡ്സ് ഉണ്ട് കയ്യിൽ.
ബട്ട് ഇത് ഒരാളീ തുടങ്ങിയതാണ്. ഇപ്പം 5 പേരുണ്ട് വീട്ടിൽ. ഇതിൽ 5 പേരും ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വീട്ടിലോട്ട് വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് ലുക്കിൽ ചിലപ്പോൾ എല്ലാവർക്കും അത്ര അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കളർ ടോൺ ഇതൊക്കെ ആണെങ്കിലും ലേറ്റർ ഓൺ ഫാമിലി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബേസിക്കലി ടോയ് ബ്രീഡ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അങ്ങനെ വലിയ ബ്രീഡ്സിലോട്ടൊന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്തിട്ടില്ല. എല്ലാം ചെറിയ ബ്രീഡ്സാണ്. നമ്മൾ ടോയ് പൂൾ ചെയ്യുന്നുണ്ട്, സ്നൗസർ, അങ്ങനെ പല ബ്രീഡ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ടെറിയർ കാറ്റഗറിയിലോട്ട് ഞാൻ ഇതിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പുതിയ ബ്രീഡ് വേണം. എന്നാൽ ആൾക്കാർക്ക് അധികം റെക്കഗ്നൈസേഷൻ കുറവുള്ള, എന്നാൽ ഈ പറഞ്ഞ എല്ലാ സ്പെസിഫിക്സും ഉള്ള ഒരു ടോയ് ബ്രീഡ്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവരും ഈ വീട്ടിൽ നമ്മൾ ഭയങ്കര പെറ്റ്ലിയായിട്ട് വളർത്തുന്നതാണല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഒരു ന്യൂക്ലിയർ ഫാമിലി അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു മിനിമം എന്താ പറയുക, ഇപ്പോൾ എറണാകുളം പോലത്തെ ടൗണിലൊക്കെ നമുക്ക് ഒരുപാട് ലക്ഷറി സ്പേസ് ഒന്നും വെച്ച് താമസിക്കാൻ പറ്റുന്ന ആൾക്കാരല്ലല്ലോ. ചിലപ്പോൾ ഒരു 3 സെൻറ്റിലൊക്കെ വീട് വെച്ച് താമസിക്കുന്നവർക്കൊന്നും ഒരു ഗാർഡ് ഡോഗിനെയോ ഒന്നും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ അതിനോട് നമുക്ക് ക്രേസ് വേണം. പിന്നെ വലിയ ഡോഗാകുമ്പോൾ അതിനുള്ള മെയിൻ്റെനൻസ് വരുന്നുണ്ട്, ഫുഡ് വരുന്നുണ്ട്, അപ്പോൾ അതുപോലെ മോഷൻ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പക്ഷേ ആ സെയിം ക്വാളിറ്റി, ആ ഒരു ഗാർഡിങ് ഡോഗിൽ കിട്ടുന്ന എല്ലാ ക്വാളിറ്റിയും നമുക്കൊരു ടോയ് സൈസിൽ വരുന്ന ഡോഗിൽ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചിന്ത. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ളൊരു ബ്രീഡിനെ തന്നെ നമ്മൾ ഫൈൻഡ് ചെയ്തു. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു റിസർച്ച് അനലൈസ് നടത്തുന്ന പോലെ ഇവർ നമ്മൾ വളർത്തി നോക്കിയപ്പോഴാണ് ഇവരുടെ ക്വാളിറ്റി മനസ്സിലായത്. കാരണം വീട്ടിൽ ടോയ് ബ്രീഡിൻ്റെ എല്ലാവിധ സ്വഭാവ ഗുണങ്ങളും കാണിക്കും. ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മളോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. പക്ഷേ ഇപ്പോൾ ഒരാൾ ഇവിടെ അനങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനപ്പം തന്നെ പോയിട്ട് ഒരു ഗാർഡ് ഡോഗ് ചെയ്യുന്ന പർപ്പസ് എന്തൊക്കെയാണോ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു ബ്രീഡാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ 2 അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ സിസ്റ്ററിന് ടോയ് ബ്രീഡ്സിനോടാണ് ഭയങ്കര താല്പര്യം. അതാകുമ്പോൾ ഇങ്ങനെ ലാപ്പിലൊക്കെ വെച്ച് തലോലിച്ച് അങ്ങനെ കൊണ്ട് നടക്കാം എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി, ഞാൻ മുമ്പ് ഒരു ബോക്സറിനെയൊക്കെ വളർത്തിയിരുന്നു. അപ്പോൾ എനിക്ക് അതിനെപ്പോലെ കുറച്ച് സ്റ്റോൺ ആയിട്ടുള്ള ഡോഗ്സിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള, നമ്മളിങ്ങനെയാണെങ്കിലും നമ്മുടെ ശരീരപ്രകൃതി ഇങ്ങനെയാണെങ്കിലും ഡോഗ്സൊക്കെ കുറച്ച് സ്റ്റണ്ണിങ് ആയിട്ട് ഇരിക്കണമെന്നുള്ള ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഒരു ബ്രീഡിനെ ഇപ്പോൾ വളർത്താനുള്ളൊരു അറ്റ്മോസ്ഫിയർ എൻ്റെ താമസിക്കുന്ന സ്ഥലത്ത് സൗകര്യക്കുറവുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ ചിന്തിച്ച് പോയപ്പോൾ കിട്ടിയ ബ്രീഡാണ്. ഞാൻ 10% ഇവരിൽ ഹാപ്പിയാണ്. ഹാപ്പി മീൻസ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഈ പറഞ്ഞ ഹൈപ്പോളജിനിക് ആയതുകൊണ്ട് ഇവർക്ക് അങ്ങനെ വലിയ ഷെഡിങ് ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ബേസിക്കലി നല്ല അലർജിയുള്ള ആളാണ്. എനിക്ക് പുറത്ത് വെറുതെ ഇറങ്ങി ഇച്ചിരി ഡസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അലർജിക്ക് ആകും. അപ്പോൾ എന്നോട് ഡോഗ്സിനെ വളർത്തുമ്പോൾ പോലും നീ മിനിമലായിട്ട് ശ്രദ്ധിച്ച് കണ്ടൊക്കെ ചെയ്യണം, മാസ്ക് ഒക്കെ വെക്കണമെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇത്രയും വർഷമായിട്ടും ഇപ്പോൾ ഈ ഹൈപ്പോളജിക് ബ്രീഡ്സ് പ്രത്യേകം ചെയ്തു തുടങ്ങിയതിന് ശേഷം എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു അലർജിക് ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. അത് ഇത്രയും ഡോഗ്സ് നമ്മുടെ അടുത്ത് ഉണ്ടായിട്ട് പോലും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏതെങ്കിലും ഒരു വ്യക്തിയോട് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ അവരുടെ കയ്യിലുള്ളത് ഒരു ബിസിനസ് തന്ത്രം പ്രയോഗിക്കുമെന്നാണ്. പക്ഷെ ഞാൻ പറയുന്നത് ആദ്യം നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക. നമ്മുടെ സിറ്റുവേഷൻ എന്താണ്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബഡ്ജറ്റ് എന്താണ്, പിന്നെ നമ്മുടെ ഫാമിലി അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്, നമുക്ക് എന്ത് സൈസിൽ കൊണ്ടുവന്നൊരു ഡോഗിനെ നോക്കിയാലാണ് പറ്റുക, വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്, ഇവർക്ക് ഏതൊക്കെയാണ് കംഫോർട്ടബിൾ ആവുക എന്നുള്ളതെല്ലാം നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കുറേ ഡോഗ്സിൻ്റെ ഒരു ലിസ്റ്റ് കിട്ടും. അതിൽ നിന്നും നല്ലത് നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമുക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്. അല്ലാണ്ട് ഇപ്പോൾ ഞാനാണെങ്കിൽ മിനിയേച്ചർ സ്നോസർ തന്നെ എടുക്കണമെന്നോ അല്ലെങ്കിൽ വേറെ ബ്രീഡ് എടുക്കണമെന്നോ പറയത്തില്ല. നമ്മുടെ അറ്റ്മോസ്ഫിയറിന് ഏതാണോ ബെറ്റർ എന്നുള്ളത് നമ്മൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക. ഗൂഗിളിലൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ലോകത്തുള്ള എല്ലാ ബ്രീഡ്സിൻ്റെ ലിസ്റ്റ് വേണ്ടി അത് വരും. യൂട്യൂബിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും സ്പെസിഫിക്കേഷൻസും കിട്ടും. അപ്പോൾ അതിൽ നിന്നും നമ്മൾ നോക്കിയിട്ട് മനസ്സിലാക്കി, പിന്നെ ഞാൻ ഓഫ്കോഴ്സ് ഞാനൊരു പെറ്റ് കൺസൾട്ടൻറ്റും കൂടിയാണ്. അത്യാവശ്യം ആരെങ്കിലും നമ്മുടെ സജഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിൽസിന് വേണ്ടി അല്ലാണ്ട് പോലും നമുക്ക് അറ്റ്മോസ്ഫിയറിന് പറ്റുന്ന പോലത്തുള്ള രീതിയിലുള്ള ഡോഗ്സിനെ പറ്റി ഞങ്ങൾ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരു ഡോഗിനെ വളർത്താനുള്ള താല്പര്യത്തിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്ന് ഏകദേശം 10-12 ഡോഗ്സിൽ കൂടുതൽ ഇപ്പം എൻ്റെ കയ്യിൽ ലൈവ് സ്റ്റോക്കായിട്ടുണ്ട്. നമ്മുടെ മാത്രമായിട്ട് പപ്പീസ് വേറെ, അതിൽ പല ബ്രീഡ്സും ഉണ്ട്. ഞാനതൊരു ബിസിനസ്സായിട്ട് ആക്കിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ ഡോഗ്സ് വേണം. അപ്പോൾ എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണില്ല. കാരണം കുറേ പേരായപ്പോൾ ഫുഡ് ഇവരുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും നമ്മൾ ഓക്കെ അങ്ങനെയാണ് നമ്മൾ ബ്രീഡിങ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തത്. ബട്ട് അപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഇത്രയും വർഷമായിട്ട് ഒരുപാട് ബ്രീഡ്സിനെ വളർത്താൻ പറ്റി, ഒരുപാട് പേര് പരിചയപ്പെടാൻ പറ്റി, ഒരുപാട് അറിവുകൾ ഇതേപോലെ ഷെയർ ചെയ്ത് കിട്ടാനുള്ള സാധിച്ചു. അങ്ങനെ ഇപ്പോൾ കാണിച്ച നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്ത 2 പേരും ഫീമെയിലാണ്. 2 പേരും ഇന്ത്യൻ ചാമ്പ്യനാണ്. അതിൽ ഇയാളും ഇന്ത്യൻ ചാമ്പ്യനാണ്. ബെൽഗാം ഷോയിൽ ഷോ കംപ്ലീഷൻ ചെയ്ത ഫീമെയിലാണ്. ഇയാളുടെ പപ്പീസ് ഇപ്പോൾ റെഡി അവൈലബിൾ ആണ്. എല്ലാവരും നമ്മൾ വീഡിയോയിൽ കൊണ്ടുവന്നില്ല എന്നേ ഉള്ളൂ.
എല്ലാവരും റെഡി അവൈലബിൾ ആണ്. നമുക്കൊരു 10 ഡേയ്സിലൊക്കെ എല്ലാവർക്കും ഡെലിവറി കൊണ്ടുപോകാൻ പറ്റുന്ന പോലെ, വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പോലെ പപ്പീസ് ഇപ്പോൾ നിലവിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതല്ലാണ്ട് തന്നെ നമുക്ക് ഓൾറെഡി മെയിലുണ്ട്, സ്റ്റഡ് മെയിലുണ്ട്. അങ്ങനെ ടോട്ടലി ഒരു 3-4 ബാച്ചോളം നമുക്ക് പപ്പീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പലതും 10 ദിവസമായത്, 15 ദിവസമായത്, റെഡി ടു കൊണ്ടുപോകാൻ ഏകദേശം ഒരു 1 വീക്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലൊക്കെ പപ്പീസ് നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. ഇയാളുടെ ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ ചാമ്പ്യൻ ലൈനേജിൽ പപ്പീസ് നമുക്കിപ്പോൾ ഉണ്ട്.